ഹലോ മുത്തോണി, എന്തൊക്കെ പഠിച്ചില്ലേ? ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ഞാൻ ഒരു നല്ല കിട്ടിലൊരു അപ്ഡേഷൻ്റെ ഒരു സംഭവം കണ്ടു. വേറെ ഒന്നുമല്ല, നമ്മുടെ വേഫർ ഫിലിംസിൻ്റെ ബാനറിൽ ദുൽഖർ സൽമാൻ നിർമ്മിച്ച് നസ്ലിനും കല്യാണി പ്രദർശനും കൂടി അഭിനയിക്കുന്ന ലോക എന്ന മൂവിയുടെ ഒരു ട്രെയിലർ ഇന്നലെ റിലീസായി. അത് കണ്ടപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഈ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു സിനിമ വരാനുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ഇന്ന ആളുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നൊക്കെ ഇതിന് മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നു. ഇന്നലെ ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ ഇതിലൊരു ഡയലോഗ് ഉണ്ട്. മൂപ്പര് പറയുന്നു, മൂപ്പര് പറഞ്ഞ ഒരു ഡയലോഗ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഡയലോഗ് വന്നപ്പോൾ ഈ ട്രെയിലറിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് DQ ആണ്, മമ്മൂക്കയാണ്, ടോവിനോ ആണ്, അങ്ങനെ ഒരുപാട് കമൻറ്റ്സ്. മെയിനായിട്ട് ഇവർ 3 പേരെ കമൻറ്റ്, ഇവർ 3 പേരാണ്. സ്വാഭാവികമായിട്ട് ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന പടമാണ്. അപ്പോൾ എന്തായാലും ദുൽഖർ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. പിന്നെ ടോവിനോ ആദ്യം തന്നെ ഇതിൽ ഉണ്ടാവും എന്നുള്ളൊരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ മമ്മൂക്ക ഉണ്ടാവും, അങ്ങനെയൊക്കെ കേട്ടു. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 പേരുള്ളൂ ഗസ്റ്റ് റോളിൽ വരുന്നത്. അതായത് മെയിൻ താരങ്ങളായിട്ട് 2 താരങ്ങൾ, മലയാളത്തിൻ്റെ മെയിൻ 2 താരങ്ങൾ ഇതിൽ ഗസ്റ്റ് റോളായിട്ട് വരും. ദുൽഖർ ഗസ്റ്റ് റോളിൽ ഒരിക്കലും ഉണ്ടാവില്ല. അത് ജസ്റ്റ് അദ്ദേഹം ഈ സിനിമ നിർമ്മിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഗസ്റ്റ് റോളിൽ വരുന്ന 2 താരങ്ങൾ, ഒന്ന് മമ്മൂക്കയും ഒന്ന് ടോവിനോയും. മുൻപ് തന്നെ കൺഫേം, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നസ്ലിൻ്റെ ഒരു പടത്തിൽ, ദുൽഖർ നിർമ്മിക്കുന്ന ഒരു പടത്തിൽ മമ്മൂക്ക ഉണ്ടാകും എന്നുള്ളത്. അത് ഈ പടമാണ്, ലോക എന്നൊരു മൂവിയാണ്. ഇത് പറയാൻ എൻ്റെ ഒരു ഉറപ്പ് പറയാനുള്ള കാരണം, ഒഫീഷ്യലി പുറത്ത് വന്നിട്ടില്ല, പക്ഷേ ഇതിൻ്റെ ഒരു മമ്മൂക്ക ഇതിലുണ്ട് എന്നുള്ളത് കൺഫേം ആയിട്ട് പറയാനുള്ള കാരണം, ഇന്നലെ പിഷാരടി പറഞ്ഞിരുന്നു മമ്മൂക്ക കോവിഡ് ടൈമിൽ മാത്രമാണ് സാധാരണ വീട്ടിൽ ഒതുങ്ങിയിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക പ്രശ്നം വന്നപ്പോഴാണ് വീണ്ടും അദ്ദേഹം വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം വീട്ടിൽ നിന്ന്, പക്ഷേ ഈ റെസ്റ്റ് എടുത്ത ടൈമിൽ ഈ ടൈമിൽ മുഴുവനും അദ്ദേഹം ഈ ഒരു ലോക എന്ന മൂവിയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചിരുന്നതെന്ന് ഇന്നലെ പിഷാരടി പറഞ്ഞു. ഞാൻ അതുകൊണ്ടല്ല ഇത് മമ്മൂക്ക ഉണ്ടെന്ന് കൺഫേം ആക്കിയത്. എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇതിൽ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോടൊരു 5-6 മാസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവന് ഇങ്ങനെ ഒരുപാട് സിനിമയിൽ ആർട്ട്, ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സുമതി വളവിലൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു അതാ പുതിയ പടങ്ങൾ ഏതൊക്കെ. അപ്പോൾ അവനോട് പറഞ്ഞു ഇങ്ങനെ നസ്ലിൻ്റെ പടമുണ്ട്, നസ്ലിനും കല്യാണി പ്രദർശനമുള്ളൊരു പടമുണ്ട്. അപ്പോൾ അതിൽ മമ്മൂക്കയുണ്ട്, ടോവിനോ ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് ഈ പേരില്ല കേട്ടോ, ഈ ലോക എന്നുള്ള പേര് സത്യം പറഞ്ഞാൽ അന്ന് നമുക്ക് അറിയില്ല. പിന്നീട് ഇങ്ങനെ വാർത്തയിൽ വന്നപ്പോഴാണ് ഞാൻ അവനോട് ഇങ്ങനെ ജസ്റ്റ് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് ആ പറഞ്ഞ മൂവി ഇതാണ്. ഇതിൽ മമ്മൂക്ക ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. ഒരു സിദ്ധൻ്റെ ഒരു വേഷം ആയിട്ടാകും, പക്ഷെ അത് പറയാൻ പറ്റില്ല, എന്തെങ്കിലും അതൊരു സ്പോയിലറാവും. എന്നിരുന്നാലും അത് പറഞ്ഞുകൊണ്ടല്ല, അതിലൊരു ഒരു നല്ലൊരു അടിപൊളി പണ്ട് നമ്മൾ അഥർവത്തിലൊക്കെ ഉണ്ടായില്ലേ, ആ ഒരു രീതിയിലുള്ളൊരു ഇതാവുമെന്ന് പ്രതീക്ഷിക്കാം. ടോവിനോ ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, ഒരിക്കലും ഇതിൽ ദുൽഖർ സൽമാൻ ഇല്ല. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി മാത്രം കേട്ടോ. വളരെ എക്സൈറ്റ്, കാരണം ഒരു ഹോളിവുഡ് മൂവി കാണുന്ന ഒരു രീതിയിലായിട്ട് ട്രെയിലറൊക്കെ, ഒന്നൊന്നര ട്രെയിലർ, എന്താ പറയുക, നോർമൽ മലയാളം സിനിമ കാണുന്ന രീതിയിലല്ല ഇതിന് ട്രെയിലർ അവർ മേക്ക് ചെയ്ത്. പ്രത്യേകിച്ച് നിമിഷരവിയുടെ ക്യാമറ ഒക്കെ ഒന്നും പറയില്ല. അതുപോലെ തന്നെ ജക്സ് ബിജോയുടെ BGM, എന്ത് കൊലകൊല്ലി BGM. അതൊക്കെ തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചം ഒന്നൊന്നര. പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഇമ്പലൊക്കെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് കൂടി വരുമ്പോൾ ഒന്നൊന്നര സംഭവം. എന്തായാലും ഈ മാസം 28-നാണ് സിനിമ റിലീസ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, സപ്പോർട്ട് ചെയ്യുക. മമ്മൂക്ക ഉണ്ട്, വെയിറ്റ് ചെയ്യുക. ഓക്കെ.